അപ്പോ ചില ചോദ്യങ്ങൾ മുമ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം എപ്പോഴും എന്താണ് ചോദ്യം എന്നറിഞ്ഞാലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ സൗകര്യം. സോ വി സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ ടൈപ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും ചോദ്യം ഉണ്ടാവുക. ഇൻ ദ ഫ്യൂച്ചർ പീപ്പിൾ മേ നോ ലോങ്ങർ ബി ഏബിൾ ടു പേ ഫോർ തിങ്സ് ഇൻ ഷോപ്സ് യൂസിങ് ക്യാഷ്. All payments may have to be made by card or using phones. Do you think this will happen one day? Why do you think some people might not be happy to give up using cash? Give reasons for your answer and include any relevant examples from your own knowledge or experience. Write at least 250 words. അപ്പോൾ ഇതിലെ സങ്കല്പം നമുക്ക് എന്താണെന്ന് മനസ്സിലായി. കാരണം ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. എന്താണ് കാശ് കൊടുത്ത് ഉള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ഒഴിവായി എല്ലാം കാർഡ്ലെസ് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ആവും, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളതാവും. ഇത് നമുക്കറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് സംഭവിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ ചോദിക്കുന്നത്. ആൻഡ് വൈ ഡു യു തിങ്ക്? അതേസമയം ചില ആളുകൾ ദേ ആർ നോട്ട് ഹാപ്പി. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ യു നീഡ് കോണ്ടന്റ് ടു ഡെവലപ്പ്. കാരണം രണ്ട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെയും രണ്ട് കാര്യങ്ങൾ കാർഡ് ട്രാൻസാക്ഷൻസിൻ്റെയും പറയണം. അതായത് ബോത്ത് സൈഡ്സ് യു ഹാവ് ടു ആർഗ്യൂ. അപ്പോൾ പലപ്പോഴും നമുക്കിതിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമുള്ള ഒരു ഏരിയയാണ്. പക്ഷേ നമ്മളത് ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോൾ ചോദ്യം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. വി ഗോ ടു നെക്സ്റ്റ് വൺ. ഇൻ സം കൺട്രീസ് more and more people are hiring a personal fitness trainer rather than playing sports or doing exercise classes. What are the reasons for this? Is this a positive or negative development? പിന്നെ അതന്നെ ഗിവ് യുവർ ആൻസർ, ഇൻക്ലൂഡ് എനി റെലവൻറ്റ് എക്സാമ്പിൾസ് ഫ്രം യുവർ ഓൺ നോളജ് ഓർ എക്സ്പീരിയൻസ്. അപ്പോൾ ചില രാജ്യങ്ങളിൽ എന്താണ് പ്രശ്നം? കൂടുതൽ ആളുകൾ പേഴ്സണൽ ട്രെയിനേഴ്സിനെ വെച്ചാണ് ട്രെയിൻ ചെയ്യുന്നത് ദാൻ. അപ്പോൾ നമുക്കിവിടെ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്? അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ സ്വയം ഇതാവണോ, അതോ സോഷ്യലി ആയിട്ടുള്ള ഒരു സ്പോർട്സിൽ ആക്ടിവേറ്റ് ചെയ്ത് ഒരു സോഷ്യൽ അവയർനെസ് കൂടി വരുന്നു? എന്തുകൊണ്ടായിരിക്കാം ആളുകൾ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സിനെ വെക്കുന്നത്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അപ്പോൾ യു ഹാവ് ടു ഡെവലപ്പ്. അതും നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, നമ്മളെ ചോദ്യം മാത്രം മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് അറിയോ, ദർ ആർ നോ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ്. നമുക്ക് ആലോചിച്ച് രണ്ട് പോസിറ്റീവും രണ്ട് നെഗറ്റീവും പേഴ്സണൽ എക്സാമ്പിളും വെച്ച് എഴുതാം. ആ ഭാഗം എല്ലാവരും നോക്കുന്നത് ബാക്കി ലാംഗ്വേജ് യൂസിന്റെ ഭാഗമാണ്. പിന്നെ ഈസ് ഇറ്റ് ബെറ്റർ ടു ബൈ എ ഫ്യൂ എക്സ്പെൻസീവ് ക്ലോത്ത്സ് റാദർ ദാൻ എ ലോട്ട് ഓഫ് ചീപ്പ് വൺസ്? ഡു യു എഗ്രി ഓർ ഡിസഗ്രി? ഇത് വളരെ ഷാർപ്പായിട്ടുള്ള ചെറിയ ചോദ്യമാണ്. അതായത് ഇതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ആയിട്ടുള്ള രണ്ട് ഷർട്ടും പാൻറ്റും മതി ഇൻസ്റ്റെഡ് ഓഫ് ഹാവിങ് 5-6 ചീപ്പ് ഇതിനേക്കാളും കൂടുതൽ. അപ്പം നമ്മൾ പക്ഷേ രണ്ട് സൈഡും പറയണം, എന്നിട്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ വാട്ട് യു ലേൺഡ് ഇസ് ദാറ്റ് എത്ര ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെ വായിച്ചു നോക്കിപ്പോയാലും അവിടെ വരുന്നൊരു ചോദ്യം ഫ്രഷ് ആയിരിക്കും. സോ യു ക്യാൻ നെവർ എവർ പ്രിപ്പയർ ആൻഡ് ഗോ ആൻഡ് ബൈ ഹാർട്ട് ആൻഡ് റൈറ്റ്. ഇറ്റ്സ് നെവർ ഗോയിങ് ടു ഹാപ്പൻ. ബട്ട് ഹൗ ക്യാൻ യു റൈറ്റ് എന്നുള്ളത് വി വിൽ ഡിസ്കസ് ഇൻ ദിസ് നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി വീഡിയോ. ആർ യു റെഡി? ലെറ്റ്സ് ഗോ ആൻഡ് ഡു ഇറ്റ്. ഗ്രേറ്റ്. നൗ വി ഹാവ് കം ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ് പ്രോംപ്റ്റ്, എന്താണ് ടാസ്ക് എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്കിതിന് 40 മിനിറ്റ് സമയം കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് പൂർണ്ണമായിട്ടും ഈ പ്രോംപ്റ്റ് വായിച്ചു നോക്കാനും അത് മനസ്സിലാക്കാനും അത് പ്ലാൻ ചെയ്യാനും എടുക്കാം. ഓക്കെ, 10 മിനിറ്റ് വരെ നമുക്ക് എടുക്കാം, നോ പ്രോബ്ലം. കാരണം സമയത്തിൻ്റെ പ്രശ്നമേ ഇല്ല. പിന്നെ നമുക്ക് ഓരോരോ പാരഗ്രാഫ്, ആദ്യത്തെ പാരഗ്രാഫ് 5 മിനിറ്റ് എടുത്ത് എഴുതി, രണ്ടാമത്തെ പാരഗ്രാഫ് 8 മിനിറ്റ്, മൂന്നാമത്തെ പാരഗ്രാഫ് 8 മിനിറ്റ്, നാലാമത്തെ എഴുതിയാൽ പിന്നെ നമുക്കൊരു 3-4 മിനിറ്റ് അവിടെ സമയം ഒന്ന് തിരിച്ചു വായിച്ചു നോക്കി കറക്ഷൻ ഉണ്ടാവും. അത്ര സമയം എടുക്കാറില്ല. ഓക്കെ, ബിലീവ് ഇറ്റ് ഓർ നോട്ട്. അപ്പോൾ പ്ലാനിങ്ങിന് സമയം കിട്ടും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പ്രോംപ്റ്റ് 2-3 പ്രാവശ്യം വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. എന്താണ് ചോദിക്കുന്നത്, എന്ത് പോയിന്റാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. ഇത് തെറ്റിയാൽ നമുക്ക് ആ ഭാഗത്ത് ഇത് പോയി. പക്ഷേ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നെക്സ്റ്റ് തിങ് എന്ത്? ഡിസൈഡ് ഓൺ യുവർ സ്റ്റാൻഡ്സ്. ഫോർ എക്സാമ്പിൾ, ഡു യു എഗ്രി? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ചീപ്പ് ക്ലോത്ത് കുറേ വാങ്ങണോ അതോ ബ്രാൻഡഡ് ക്ലോത്ത് ആണോ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ ആ ഒപ്പീനിയൻ നമുക്ക് പറയാം, പക്ഷേ രണ്ട് സൈഡ് നമ്മൾ പറയും വേണം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ബിലീവ് ദാറ്റ് ബ്രാൻഡഡ് ഡ്രസ്സസ് ആർ ഗുഡ് എന്ന് പറഞ്ഞാൽ, ഇൻ മൈ ഒപ്പീനിയൻ ഐ ഓൾവേസ് ഗോ ഫോർ ഫ്യൂ കോസ്റ്റ്ലിയർ വൺസ് ദാൻ മെനി ചീപ്പ് വൺസ്.
എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഇത് സ്റ്റേറ്റ് ചെയ്ത് വരാം. അപ്പോൾ അതിന് നമുക്കൊരു സ്റ്റാൻസ് എടുത്തേ പറ്റൂ. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. സെക്കൻഡ് തിങ്, സ്ട്രക്ചർ ഓഫ് ദി ഇൻട്രൊഡക്ഷൻ. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഇൻട്രൊഡക്ഷൻ ആണ് എഴുതേണ്ടത്. എല്ലാ ഇതിലും 3 വരി എഴുതിയാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 250 വേർഡ്സ് എന്തായാലും എഴുതിയിരിക്കണം. കാരണം 250 വേർഡ്സ് എഴുതിയില്ലെങ്കിൽ ടാസ്ക് റെസ്പോൺസ് വന്നില്ല എന്ന് വന്ന് സ്കോർ കുറയും. ഇനി ഒരു 340 350 വേർഡ് എഴുതിയാലോ അത് ഓർഗനൈസ്ഡ് അല്ല എന്ന് പറഞ്ഞ് സ്കോർ കുറയ്ക്കും. അതായത് 2 രീതിയിൽ, അതായത് തോട്ട്സ് ഓർഗനൈസ് ചെയ്യാനുള്ള കഴിവില്ല എന്നും പറയും, കുറച്ച് എഴുതി കഴിഞ്ഞാൽ തോട്ട്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവില്ല എന്നും പറയും. പക്ഷേ ഇതൊരു സീക്രട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. എപ്പോഴും ഒരു 260 270 വേർഡ്സിനുള്ളിൽ ഒതുക്കുന്നതാണ് നല്ലത്. അതിന് കാര്യം പറയുന്നത്, കൂടുതൽ എഴുതുമ്പോൾ കൂടുതൽ സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് എഴുതേണ്ടി വരും, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ലിമിറ്റ് ടു ദ ടാസ്ക്. 250 എന്ന് പറഞ്ഞാൽ 260. അപ്പോൾ നമ്മൾ 2 ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതിയാൽ നമ്മളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കണം, അതൊരു 130 135 വേർഡ്സ് ആയിട്ടുണ്ടോ എന്ന്. എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി എഴുതുമ്പോൾ ആ വാക്ക് മുട്ടുള്ളൂ. അല്ലാതെ നമുക്ക് കൺക്ലൂഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് 250 ആക്കാൻ പറ്റില്ല. അപ്പോൾ വെൻ യു റീഡ് യു ഹാവ് ടു കൗണ്ട് ദ വേർഡ്സ്. ഓക്കെ, ദെൻ നമ്മൾ ആദ്യത്തെ എന്താ പറയുന്നത്, ആദ്യം ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് അതിപ്പോൾ എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ന് വെച്ച് തുടങ്ങുന്നു. പിന്നെ ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്ന എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലോത്ത്സിൻ്റെ എനിക്ക് ഓൺലൈൻ ക്ലോത്ത്സ് തന്നെ വരുന്നു. ചീപ്പർ ആയിട്ടുള്ള ക്ലോത്ത്സ് വാങ്ങണോ അതോ കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് വാങ്ങണോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഇൻ ദ വേൾഡ് ദർ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തുടങ്ങാം, ഇറ്റ് ഈസ് ഓൾവേസ് ഡിബേറ്റഡ് ദാറ്റ് വെദർ പീപ്പിൾ ഷുഡ് ഗോ ഫോർ ഫ്യൂ കോസ്റ്റ്ലിയർ ക്ലോത്ത്സ് ഓർ എ ലോട്ട് ഓഫ് ചീപ്പർ വൺസ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതുകയാണ്. ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് സൈഡ്സ് എന്താണ് എന്ന് നമ്മൾ പറയുന്നു, സെക്കൻഡ് ഭാഗത്ത് നെഗറ്റീവ്. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ യു സ്റ്റാർട്ട്. അങ്ങനെയാണ് ആ ഭാഗം എഴുതേണ്ടത്. പിന്നെ ഇനി റൈറ്റിംഗ് ടിപ്സ് ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, വളരെ കൺസൈസ് ആൻഡ് ക്ലിയർ ആയിരിക്കണം. എന്ന് വെച്ചാൽ 250 വാക്കിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് എഴുതണം എന്നുള്ളതാണ്. പിന്നെ വൊക്കാബുലറി പരമാവധി നമ്മൾ എന്താ പറയുക, ടെക്സ്റ്റ് ഉള്ള വാക്ക് പാരഫ്രൈസ് ചെയ്യാനേ പാടുള്ളൂ, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ദെൻ ഓവറായിട്ടുള്ള കോംപ്ലക്സ് സെൻറ്റൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ശരി, കോംപ്ലക്സ് സെൻറ്റൻസ് വേണമെന്ന് പറയും, പക്ഷേ ഓവറായിട്ട് ആകുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണൽ എക്സാമ്പിൾ പറയാൻ പാടുള്ളൂ, അല്ലാതെ എന്താ പറയുക വലിച്ചു നീട്ടി ഉള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി അടുത്ത ഭാഗത്ത് ഹൗ ടു റീഫ്രേസ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഐ വിൽ സീ യു ദേർ.